കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളാണ് LDFും UDFും. മൂന്നാമതായി BJPയും. LDF അഥവാ ഇടതുമുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ മാർക്സിസ്റ്റ് അഥവാ CPIM നേതൃത്വം നൽകുന്നു. പ്രധാന ഘടകകക്ഷികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPIM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI. മറ്റു ഘടകകക്ഷികൾ കേരള കോൺഗ്രസ് എം, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി NCPയുടെ ഒരു വിഭാഗം, ജനതാദൾ സെക്യുലർ, ലോക് താന്ത്രിക് ജനതാദൾ, ഇന്ത്യൻ നാഷണൽ ലീഗ്, കേരള കോൺഗ്രസ് ബി, കോൺഗ്രസ് സെക്യുലർ. അടുത്തതായി UDF അഥവാ ഐക്യമുന്നണി. നേതൃത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പ്രധാന ഘടകകക്ഷികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മറ്റു ഘടകകക്ഷികൾ കേരള കോൺഗ്രസ് വിവിധ വിഭാഗങ്ങൾ, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, കേരള കോൺഗ്രസ് ജേക്കബ്, ഫോർവേഡ് ബ്ലോക്ക് കേരള എന്നിവയാണ്. മൂന്നാമത്തെ പ്രധാന മുന്നണിയാണ് NDA അഥവാ ദേശീയ ജനാധിപത്യ സഖ്യം. നേതൃത്വം ഭാരതീയ ജനതാ പാർട്ടി അഥവാ BJP. പ്രധാന ഘടകകക്ഷികൾ BJP. മറ്റു ഘടകകക്ഷികൾ ഭാരത് ധർമ്മ ജനസേന അഥവാ BDS, ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ AIADMK 2020. പ്രധാനപ്പെട്ട മൂന്ന് മുന്നണികൾ കൂടാതെ കേരളത്തിൽ മത്സരിക്കുന്ന മറ്റു പാർട്ടികളാണ് ആം ആദ്മി പാർട്ടി അഥവാ AAP, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ SDPI അഥവാ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, AIMIM അഥവാ ആൾ ഇന്ത്യ മജ്ലിസ് ഇത്തഹദുൽ മുസ്ലിമീൻ, BSP അഥവാ ബഹുജൻ സമാജ് പാർട്ടി, CMP അഥവാ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. കൂടാതെ ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രമായും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്നതാണ്.